ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഇന്നൊരു അടിപൊളി അറബിക് സ്റ്റൈൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതായത് നമുക്ക് ജലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ അങ്ങനത്തെ ഒന്നും വേണ്ട. നമുക്ക് സാധാരണ നമ്മളൊക്കെ അത്യാവശ്യം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനങ്ങൾ വെച്ചിട്ട് നമുക്കത് വീട്ടിൽ തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു പാന് അത്യാവശ്യം കട്ടിയുള്ള ഒരു പാന് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് മുഴുവനായിട്ടും 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് മുഴുവനായിട്ടും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നേരം ഒന്ന് ഇതാക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ നോക്കണേ. അപ്പോൾ ഇതാ അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതൊരു പാലിൻ്റെ ഒരു ചുവ പോകേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ വാനില എസൻസ് ചേർക്കുന്ന സമയത്ത്. അപ്പോൾ അതിനിടയിൽ നമുക്ക് പാല് ചൂടാകുന്ന സമയത്ത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒരു 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എന്താക്കണം, ഒരു 3-4 ടീസ്പൂൺ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ നമുക്കൊന്ന് മിക്സാക്കി വെക്കണേ. അപ്പോൾ അത് മിക്സാക്കി വെച്ചതിന് ശേഷം നമ്മൾ പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ഷുഗറോ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അത് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്ന കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിലുണ്ടാവുക. എന്നിട്ട് നന്നായിട്ട് അതൊക്കെ നല്ലോണം മെൽറ്റായി വരുന്ന നല്ലോണം ചൂടായിട്ട് ഷുഗറൊക്കെ അതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നതിന് ശേഷം നമ്മൾ എന്താക്കുക, മിക്സാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ പതുക്കെ മെല്ലനെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മൾ കൈവെക്കാതെ നമ്മൾ എന്താക്കണം, പാലിനെ കട്ടിയിലാക്കി എടുക്കണം. ആദ്യം എന്താ പറയുക, അടിയിലൊന്നും പിടിക്കാത്ത രീതിക്ക് നല്ലോണം കൈവച്ച് ഇളക്കിക്കൊണ്ട് തന്നെ എന്താക്കുക, നമ്മൾ അതിനെ ചൂടാക്കിയെടുക്കുക. പതിച്ച് പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയേ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് വേറൊരു മിക്സാണ്. അതിന് നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഫ്രഷ് ക്രീമിൻ്റെ ചെറിയ ബോട്ടിലായാലും മതി, ഇതുപോലത്തെ ബോട്ടിൽ ഒരു 100 ml ബോട്ടിലായി മതിയാവും കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് എടുക്കുക. ഒരു 100 ml മുഴുവനായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കും കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അതിനും മധുരത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അതുപോലെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീമിൻ്റെ അളവ് കൂടുതൽ അതിനനുസരിച്ച് നമ്മൾ എന്താക്കണം, മധുരം കൂടുതൽ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നല്ലോണം മിക്സാക്കി ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് സെറ്റാവും കേട്ടോ. ലൂസായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബ്രെഡിൻ്റെ അപ്പുറവും ഇപ്പുറം ഇതിൻ്റെ 4 ഭാഗം ഉണ്ടല്ലോ, ആ കറുത്ത ബ്രൗൺ കളറുള്ള ഭാഗങ്ങൾ മുഴുവനും നമുക്ക് എന്താക്കണം, കട്ട് ചെയ്ത് മാറ്റണം. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് മുഴുവനായിട്ടും കട്ടാക്കി എടുക്കുക. എന്നിട്ടാണ് നമ്മളിത് സെറ്റാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ കുറച്ച് ബദാം ഉണ്ടല്ലോ, നമ്മുടെ സാദാ ബദാം, പിന്നെ അത് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് മിക്സിയുടെ ചാറിലിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് വെക്കണേ. നമുക്കിതിനെ ജസ്റ്റ് നടുവിലൊന്ന് ഇട്ടെടുക്കാണ്, ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ആദ്യം ഉണ്ടാക്കുക. നമ്മൾ പാലിൻ്റെ അത് കുറച്ച് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുക. നമ്മൾ പുഡിങ് സെറ്റാക്കുന്ന ഇതുപോലത്തെ ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അത് അങ്ങനെ ആ ഒരു പാത്രത്തിന് ഫസ്റ്റ് നമ്മളെന്താക്കുക, ആ ഒരു പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാത്രം കവർ ചെയ്യുന്ന രീതിക്ക് നമ്മൾ നേരത്തെ സൈഡൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കാവേ. അപ്പോൾ എല്ലാ ഭാഗത്തും ഫില്ലാകുന്ന രീതിക്ക് ബ്രെഡ് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ എന്താക്കുക, പാലിൻ്റെ മിക്സ് തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് പാലിൻ്റെ മിക്സ് ഉണ്ടാക്കിയില്ലേ, അത് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉള്ളിൽ നമുക്ക് കുറച്ച് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം ക്രഷ് ചെയ്തതാണ്, അതോ അല്ലെങ്കിൽ പിസ്തയോ അണ്ടിപ്പരിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് ഏതാണ് വേണ്ടത് അത് നമുക്ക് നടുവിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ലെയർ സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ബ്രെഡ് ഫുള്ള് മുഴുവനായിട്ട് പാത്രങ്ങൾ നമ്മൾ ഫില്ലാകുന്ന രീതിക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിൽക്കിൻ്റെ, അതായത് പാലിൻ്റെ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കുറുക്കിയെടുത്തിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിൽക്ക് മേഡും ഫ്രഷ് ക്രീമും നമ്മൾ ഇതാക്കി വെച്ചിട്ട്, അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമ്മളിത് സെറ്റാക്കാൻ വേണ്ടി വെക്കണം. അതായത് നമ്മൾ ഈ പാർന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മളിത് സെറ്റാക്കാൻ വെക്കുക. അപ്പം തന്നെ പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല കേട്ടോ, സെറ്റായി വരിക.
അപ്പോൾ അതിന് മുകളിൽ കുറച്ച് ബദാം എന്താണ് നിങ്ങളുടെ നട്ട്സ് ആയിട്ടുള്ളത് അതെടുത്ത് ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സാക്കി റെസ്റ്റ് ആക്കിയില്ലെങ്കിൽ പ്രശ്നം വെച്ചാൽ നമ്മൾ രണ്ടും കൂടി മിക്സായി പോകും ദമ്മാമിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അപ്പോൾ അതിനുശേഷം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീം നമ്മൾ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് വലുതാക്കിയിട്ട് കുറച്ച് ബദാമിൻ്റെ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പൊടിക്കാത്ത ബദാമിൻ്റെ നമ്മൾ കൈകൊണ്ട് കട്ട് ചെയ്ത് വെക്കുമല്ലോ, അപ്പോൾ അതുപോലത്തെ ബദാമിൻ്റെ പീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചേർത്ത് കൊടുക്കുക. അതിന് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുക. ഒട്ടും നമ്മൾ ആവിയോ അങ്ങനത്തെ ഒന്നും അതിലേക്ക് വീഴാത്ത രീതിക്ക് നല്ലോണം കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 3 മണിക്കൂർ മാക്സിമം ഫ്രിഡ്ജിൽ വെച്ചിട്ട് താഴെ തന്നെ ഫ്രീസറിൽ വെക്കാതെ താഴെ തന്നെ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണേ. അപ്പോൾ ഇതാണ് അടിപൊളി ടേസ്റ്റ് പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി കൊടുക്കാം. നമുക്ക് ചൈന ഗ്രാസോ അങ്ങനത്തെ ജെലാറ്റിൻ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് വേണ്ട. ഇത് നമ്മൾ ഒരു ഫ്രഷ് ക്രീം മാത്രമേ എക്സ്ട്രാ നമ്മൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോയി വാങ്ങേണ്ട ഒരു ആവശ്യം കാണുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ അറബിക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ ബൈ.